ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ഭാഗങ്ങളൊക്കെ നമ്മളിതിൽ പഠിച്ചു അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്, ഇലക്ട്രിക് കറണ്ട് എന്താണ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ചാർജുകളെ പറ്റി പഠിച്ചു, പിന്നെ ചാർജുകളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു. പിന്നെ ഇടയ്ക്ക് ചുമ ഒന്ന് വരും കേട്ടോ, അത് നിങ്ങളൊന്ന് ഒന്ന് ഇതാക്കിയാൽ മതി. ഓക്കെ ഓക്കെ അപ്പം ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, അവിടെ നിന്ന് നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിലേക്ക് കടന്നു അല്ലേ. ഹീറ്റിംഗ് എഫക്റ്റ് ആണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ പഠിക്കുന്ന എഫക്റ്റ്. രണ്ട് എഫക്റ്റ് ഉണ്ട് ശരിക്കും ഇലക്ട്രിക് കറണ്ടിന്, ഹീറ്റിംഗ് എഫക്റ്റും ഉണ്ട് മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ ഈ സിലബസിൽ കൂടുതലും വരുന്നത് ഹീറ്റിംഗ് എഫക്റ്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ആദ്യം ഹീറ്റിംഗ് എഫക്റ്റ് പഠിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, കണ്ടക്ടേഴ്സിനെ പറ്റി പഠിച്ചു, ഇൻസുലേറ്റേഴ്സിനെ പറ്റി പഠിച്ചു അല്ലേ. ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. അപ്പോൾ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർ എന്ത് ചെയ്യണം, വീഡിയോ കാണണം. ഓക്കെ. കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്തായിരുന്നു, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചാലകങ്ങൾ, ഇൻസുലേറ്റേഴ്സ് കുചാലകങ്ങളായിരുന്നു അല്ലേ. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് കറണ്ട് ഒഴുകുകയുള്ളൂ. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തി വിടാത്ത മെറ്റീരിയലുകളാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറേ സിമ്പിൾസ് ഒക്കെ പഠിച്ചു അല്ലേ, ബാറ്ററി, ഇലക്ട്രിക് സെല്ല്, സ്വിച്ച് എങ്ങനെയാണ് ഓഫ് പൊസിഷൻ, എങ്ങനെയാണ് ഓൺ പൊസിഷൻ, പിന്നെ ബാറ്ററി, ദെൻ വയർ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ ബാറ്ററികൾ എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാകണം അത് പഠിച്ചു. പിന്നെ സ്വിച്ച് എന്ത് പൊസിഷനിലായിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ ഓൾമോസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും ഇങ്ങനെ മറന്നു പോകരുത്. നമ്മളിപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ മാത്സും കൂടെ പഠിക്കുന്നുണ്ട്, ഫിസിക്സ് ഒരു ക്ലാസ് കഴിയുമ്പോൾ അതങ്ങോട്ട് മറന്ന് കളയരുത് കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക്സ് ആണ്. അതന്നെ ചുമയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുക. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയും, നിങ്ങളാരും പേടിക്കേണ്ട, ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ ആദ്യത്തേൽ തന്നെ നല്ല ശ്രദ്ധിച്ചിരുന്ന് എല്ലാം നല്ല മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ പിന്നെന്തായിരുന്നു നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ സിമ്പിള്, ക്ലോസ്ഡ് ആണെങ്കിലാണ് കത്തുള്ളൂ നമ്മൾ പറഞ്ഞില്ലേ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഗ്യാപ്പ് ഒന്നുമില്ല. ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുള്ള ഒരു സർക്യൂട്ട്, അതായത് സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇരിക്കുന്നതിനാണ് നമ്മൾ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിന് മാത്രമേ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലേക്ക് കടന്നു അല്ലേ. ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. എന്തായിരുന്നു ഹീറ്റിംഗ് എഫക്റ്റ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഹീറ്റിംഗ് എഫക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിൽ പഠിച്ചത്? എല്ലാവർക്കും കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കുറച്ച് പതുക്കെ പറയണമെന്നുള്ളൂ. നമ്മുടെ സ്ഥിരം ആൾക്കാരെ കുറച്ച് പേരെ കാണാനില്ലല്ലോ. നമ്മുടെ സ്ഥിരം ഉണ്ടാവാറുള്ള കുറച്ച് പേരെ കാണാനില്ല, പക്ഷെ കുറച്ച് പേരെ പുതിയവരെ കാണാനുണ്ട്. ഒന്ന് പറയോ എത്ര പേരുടെ പുതിയതുണ്ടെന്ന്? ഓക്കെ, കുറെ പേരൊക്കെ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പുതിയവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കാരണം എനിക്ക് എത്ര പേര് ഇവിടെ നമുക്കിതിൻ്റെ ബേസിക്സ് അറിയാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിയാനാണേ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വേഗം പറയണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ്, അതായത് ചൂട്, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചൂടാണ്. അപ്പോൾ ഈ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂടാക്കാനുള്ള ഒരു എഫക്റ്റ് അല്ലേ. അതായത് ഇലക്ട്രിക് കറണ്ട് ഒരു വയറിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്താൽ ആ മെറ്റീരിയൽ ചൂടാകും. അതാണ് ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ്, അത്രേ ഉള്ളൂ. ഇലക്ട്രിക് കറണ്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയലിലൂടെ ഓക്കെ. ഒരാൾ പുതിയതായി ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻമരിയ. വേറെ ആരും ഇല്ലല്ലോ പുതിയതായിട്ട്? അപ്പോൾ മുൻപത്തെ വീഡിയോസ് ഒക്കെ കാണുക കേട്ടോ ആൻമരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു മെറ്റീരിയലിലൂടെ അല്ലെങ്കിൽ ഒരു വയറിലൂടെ
പാസ് ചെയ്യുമ്പോൾ ആ വയറ് ചൂടാകും. അതെന്തുകൊണ്ടാണ് ചൂടാകുന്നത്? ആ വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, ഒരു പ്രതിരോധമുണ്ട്. കറണ്ടിന്റെ ഫ്ലോയിനെ തടയാനായിട്ടുള്ള ഒരു പ്രതിരോധമുണ്ട് ആ ഒരു വയറിന്. അപ്പൊ ആ പ്രതിരോധം കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ തടയാണ്. കറണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ ഇവിടെ നിന്ന് വേണ്ട നീ പോണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടയും. അപ്പൊ കറണ്ട് എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് പോകണം അല്ലേ. അപ്പൊ ആ എടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ ആ കറണ്ടിന് കൂടുതൽ എഫേർട്ട് എടുത്ത് പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് എനർജി ആണ് എന്തായി മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ പറയണതാണ്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? റെസിസ്റ്റൻസിലേക്ക് പോയി. ഇപ്പൊ തന്നെ പറഞ്ഞതുപോലെ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ റെസിസ്റ്റൻസ് ഉണ്ടാകും. ചില മെറ്റീരിയൽസിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? കൂടുതൽ കറണ്ട് ആ മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് പോകും. അപ്പൊ അത് ചൂടാകലും കുറവായിരിക്കും. അങ്ങനെ റെസിസ്റ്റൻസ് കുറവായിട്ടുള്ള മെറ്റീരിയൽസ് അധികം ചൂടാകുകയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. വോയിസ് ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് നല്ല കോൾഡ്, ചുമ ഉണ്ട്. ഞാനിപ്പോൾ ഉറക്കെ സംസാരിച്ചാൽ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് സംസാരം കേൾക്കാൻ പറ്റില്ല. ഉറക്കെ സംസാരിച്ചാൽ പിന്നെ 2 വാക്ക് പറയുമ്പോഴേക്കും ചുമയ്ക്കും. അതിന് ഭേദം കുറച്ച് പതുക്കെ സംസാരിക്കണം അല്ലേ? എൻ്റെ വോയിസാ കുറവ്. ഇവിടുത്തെ നമ്മുടെ വോയിസ് കുറച്ചിട്ടേക്കണതല്ല കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കാമെന്നൊന്ന് നോക്കുക. ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമുക്ക് എല്ലാം അടിപൊളി പഴയ പോലെ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ പനിയുടെ സീസൺ ആണല്ലേ, എല്ലാവർക്കും പനിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയൽസിനും ഓരോ രീതിയിലാണ്. അത് എങ്ങനെയാണ് കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ്, തടയുന്ന സാധനമാണ്. അതിനെ നമ്മൾ R എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അത് അങ്ങനെ റാ പോലത്തെ ഒരു സിമ്പലാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റിന് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയതല്ലേ. ഇവിടെയല്ലേ നിർത്തിയത് കഴിഞ്ഞ ആഴ്ച? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നവരൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. നമ്മൾ എന്താ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസിനനുസരിച്ചിട്ടാണ് ഒരു മെറ്റീരിയലിലൂടെ എത്ര കറണ്ട് ഒഴുകും എന്നുള്ളത് നിർണയിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. റെസിസ്റ്റൻസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇവിടെ വരെയല്ലേ നമ്മൾ എടുത്തത്. ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ പറഞ്ഞു അല്ലേ. വട്ടൊക്കെ വരച്ചിട്ട് പൈപ്പിന്റെ അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. അപ്പോ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസിനനുസരിച്ചിട്ടാണ് ഒരു മെറ്റീരിയലിലൂടെ എത്ര കറണ്ട് ഒഴുകുമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതായത് ഏതൊരു വയറാണെങ്കിലും ഏതൊരു മെറ്റൽ ആണെങ്കിലും, മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങളിലൂടെയൊക്കെ കറണ്ട് പാസ് ചെയ്യും അല്ലേ. പക്ഷെ എല്ലാ ലോഹങ്ങൾക്കും ഒരേ റെസിസ്റ്റൻസ് അല്ല. അപ്പം നിങ്ങൾ 2 തരം ലോഹങ്ങൾ എടുത്തു എന്ന് വിചാരിച്ചോ, അതിലൂടെ ഒരേ എമൗണ്ട് ഓഫ് കറണ്ടിനെ കടത്തിവിട്ടു. പക്ഷെ ഈ 2 ലോഹങ്ങളും ചൂടുണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് എമൗണ്ടിലായിരിക്കും. ഒരെണ്ണം ചിലപ്പോൾ കൂടുതൽ ചൂടാകും, ഒരെണ്ണം ചിലപ്പോൾ കുറച്ച് ചൂടാവുള്ളൂ. അപ്പം അതെന്തുകൊണ്ടാണ്? ആ 2 ലോഹങ്ങൾക്കും റെസിസ്റ്റൻസ് വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം അല്ലേ. അപ്പൊ പിന്നെ അവിടെ എന്താ വ്യത്യാസം വരുന്നത്? റെസിസ്റ്റൻസ് ആണ് അവിടെ വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? അപ്പൊ എല്ലാ ലോഹങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസിനും ഒരേ റെസിസ്റ്റൻസ് അല്ല. അപ്പൊ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ഇങ്ങനെ എന്നിട്ടാണ് വട്ടമൊക്കെ വരച്ചിട്ട് നമ്മൾ പഠിച്ചില്ലേ. എന്താണ് ഒരു വയറിൻ്റെ ഈ ഒരു നമ്മൾ ഈ വായവട്ടം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ഈ ഒരു വയർ ഇത്രയേ ഉള്ളൂ എങ്കിൽ നമുക്കതിന് പറയാം അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ വളരെ കുറവാണ്. ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നതാണ്. നിങ്ങൾക്കറിയാം സാധാരണ നമ്മൾ കാണുന്ന വയേഴ്സൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ചിലതിന് നല്ല തിക്നെസ് ഉണ്ടാകും, ചിലത് നിങ്ങൾ വയറെന്ന് പറയുമ്പോഴേ ആ പുറത്തുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന സാധനമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു കമ്പി പോലത്തെ സാധനം കണ്ടിട്ടില്ലേ, ആ കമ്പിയുടെ തിക്നെസ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ പുറത്തുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ മെറ്റാലിക് ഒരു വയറിലൂടെയാണ് നമ്മുടെ കറണ്ട് പോകുന്നത്. അപ്പോൾ ആ വയറിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ, വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, കറണ്ടിന് പോവാൻ അവിടെ സ്ഥലമില്ല അല്ലേ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പുതിയ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയം എന്തെങ്കിലും ആണെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പോർഷൻ എടുത്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളെന്താ ഉദാഹരണം പറഞ്ഞത്, ഒരു വലിയൊരു വായവട്ടമുള്ള വലിയൊരു പൈപ്പ്, അതിൽ കൂടെ നിങ്ങളോട് കടന്നു പോകാൻ പറഞ്ഞാൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഓടിച്ചാടി പോവും അല്ലേ. പക്ഷേ ചെറിയൊരു പൈപ്പ് കേട്ടോ, വളരെ ചെറിയൊരു വായവട്ടമുള്ള കുഞ്ഞൊരു പൈപ്പ്, അതിലൂടെ നിങ്ങളോട് പോകാൻ പറഞ്ഞാലോ, എത്ര ഉള്ളൂ അതിൻ്റെത്, നിങ്ങളെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാ, നിങ്ങളതിൻ്റെ ഉള്ളിൽ കൂടെ എഴഞ്ഞ് 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 പോകണം അല്ലേ. അപ്പം നിങ്ങൾ അവിടെ കുറേ എനർജി സ്പെൻഡ് ചെയ്യണം അല്ലേ. അപ്പം നിങ്ങൾ അവിടെ കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്ത് ആകെ പുറത്തേക്കൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ആകെ വിയർത്ത് ടയേർഡായിട്ടൊക്കെ ഉണ്ടാവും. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പം കറണ്ടിന് പോവാനും സ്ഥലം വേണം. ഇതിൽ കൂടെ ആണെങ്കിൽ നോക്കിയേ, കറണ്ടിന് പോകാനായിട്ട് അവിടെ സ്ഥലമുണ്ട്. അപ്പോൾ അധികം എനർജി കറണ്ട് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, അധികം വർക്ക് അവിടെ എടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ വളരെ തിന്നായിട്ടുള്ളൊരു വയറിൽ കൂടെയാണ് പോകണമെങ്കിൽ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്ഥലമില്ലാത്തടത്ത് ബുദ്ധിമുട്ടിയൊക്കെ പോകണം. അതിൻ്റെ അർത്ഥം തിക്നെസ് കൂടുതലുള്ളൊരു വയറിന്, തിക്നെസ് കൂടുതലുള്ള ഒരു വയറാണെങ്കിൽ അതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പം തിക്നെസ്സും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി ആണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം കൂടുതലാണെങ്കിൽ മറ്റൊന്ന് കുറവായിരിക്കും. തിക്നെസ് വളരെ കൂടിയാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും, തിക്നെസ് കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ആ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ അതാണ് നമ്മൾക്ക് ഇതിൻ്റെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഔട്ട്ലൈൻ ഓക്കെ ആയില്ലേ. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പുതിയതായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടാണ്ടിരിക്കുന്നുണ്ടാകും. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വരുമല്ലോ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ എല്ലാ വീഡിയോസും ഒന്ന് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഈ പുതിയതായിട്ടുള്ള വന്ന ആൾക്കാർ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെന്താ, അപ്പോൾ എന്താ പറഞ്ഞേ, thinner the wire, greater will be the heat produced in it. സോറി, വയർ വളരെ നേരിയതായാൽ, അതായത് അധികം കനവുമില്ലാതെ വന്നാൽ അതിൽ ഉൽപ്പന്നമാകുന്ന താപം കൂടുതൽ ആയിരിക്കും. അപ്പം അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, തിക്നെസ് വളരെ കുറവാണ്, കറണ്ടിന് കഷ്ടപ്പെട്ട് പോകണം, കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യണം, മോർ എനർജി സ്പെൻഡ് ചെയ്യണം. മോർ എനർജി മീൻസ് മോർ ഹീറ്റ്. മനസ്സിലായോ? കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ചൂട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു വയറിൻ്റെ റെസിസ്റ്റൻസിനെയാണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ആ വയറിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയാനുള്ള കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മളൊരു വയറൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക. നമ്മളതിനിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വട്ടല്ലേ കാണുക, അല്ലേ? അത് ആ ഒരു മുറിച്ചിട്ടുള്ള ഈ ഒരു വട്ടത്തിന്റെ ഭാഗത്തിനെയാണ് ഇവിടുത്തെ ഏരിയനെയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു വായവട്ടം കൂടുതലാണെങ്കിൽ തിക്നെസ് കൂടിയ വയറാണെന്ന് പറയാം. റെസിസ്റ്റൻസ് കുറവായിരിക്കും, ചൂട് കുറവായിരിക്കും. ഇത് കുറവാണ്, തിക്നെസ് വളരെ കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ചൂടും കൂടുതലായിരിക്കും. അതിലൂടെ ഉണ്ടാകപ്പെടുന്ന ചൂടും കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ്, ഇന്ന് എല്ലാവർക്കും പനിയാണോ? 19 പേരെ കാണുന്നുള്ളൂല്ലോ. എവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേ. അധികം സമയമില്ല, നമുക്ക് വേഗം പറഞ്ഞോളൂ, അടുത്തേക്ക് പോണ്ടേ. അപ്പൊ ഇതാ 19 പേര് വന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ക്ലിയർ ആയോ ഈ ഒരു പറഞ്ഞ കാര്യം? വേഗം പറയൂ, നമുക്ക് അടുത്ത ടോപ്പിക് പഠിക്കണ്ടേ. ഓഹോ, അതെന്തായാലും ഒന്നും മിണ്ടാത്തേ? എന്താ ആർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും പനിയുണ്ട്. ഇതിനി ക്ലിയർ ആയില്ല, ഇനി ഒന്നും കൂടെ പറയണോ? നിങ്ങള് മനസ്സിലായി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഹാർട്ട്സ് ഇടും. ഹാർട്ട്സ് ഇട്ടാണെങ്കിലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി എന്നുള്ളത്. നിങ്ങൾ ഹാർട്ട്സ് ഇടുന്നില്ലെങ്കിൽ ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവണേ. മനസ്സിലാവാതെയാണോ എല്ലാവർക്കും? ഹാർട്ട്സ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ലേ? എനിക്കറിയാം ഇന്നത്തെ നമ്മുടെ ഒരു എനർജറ്റിക് ക്ലാസ് അല്ല എന്നുള്ളത്. ബട്ട് എനിക്ക് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഈ അസുഖം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ കൊണ്ട് അല്ലെങ്കിൽ ഇന്നലത്തെ കൊണ്ട് ഓക്കെ ആവും എന്ന്. ബട്ട് ഓക്കെ ആയില്ല. ഓൾമോസ്റ്റ് ഓക്കെ ആയി. എന്നാലും എനിക്ക് സൗണ്ട് കൂടുതലെടുത്താൽ ഈ പറഞ്ഞ പോലെ ചുമച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് അടിപൊളിയാക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആ ഒരു എനർജി ഇത് കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊക്കെ തരാം കേട്ടോ, ആരും പേടിക്കണ്ട. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഹാർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് ഇന്ന് നമുക്ക് മൊത്തത്തിൽ എണ്ണം കുറവാണ്. എല്ലാവർക്കും പനിയാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും പേര് പറയുന്നില്ല. ഒരാളുടെ പേര് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരും. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരുടെ മെസ്സേജസും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. ഇനി അടുത്തത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് പാസ്ഡ് ത്രൂ എ ഗിവൺ വയർ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പേടിക്കേണ്ട, വലിയൊരു വാക്ക് പേടിക്കേണ്ട. അളവ്, അത്രേ ഉള്ളൂ. എമൗണ്ട്, അതിൻ്റെ ഒരു വാല്യൂവിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊരു ലെങ്ത് 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്നതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അളവ് അല്ലെങ്കിൽ എമൗണ്ട്. അതിൻ്റെ ആ ഒരു വാല്യൂവിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അയ്യോ എന്തോ ഒരു പുതിയൊരു സാധനം എന്ന് വിചാരിക്കേണ്ട ആരും. ഒരു തോത്, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയണ കാര്യമാണ് അല്ലേ. 2 വയറെടുത്തു. ഓക്കെ, 2 വയറ് ഒരേ തിക്നെസ് ഉള്ള, ഒരേ റെസിസ്റ്റൻസ് ഉള്ള 2 വയറ് നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്താ ഇവിടെ 2 വയറെടുക്കുകയാണേ. രണ്ടിനും ഒരേ തിക്നെസ്, ഒരേ ലെങ്ത് ഒക്കെ സെയിം. ഓക്കെ, ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സെയിം അല്ലാണ്ടൊക്കെ വരുമായിരിക്കും, പക്ഷേ നിങ്ങൾ വിചാരിക്കുക അത് സെയിം ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ഇതിൽ കൂടെ 2 എണ്ണത്തിൽ കൂടെയും ഞാൻ 2 ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ടിനെ കടത്തിവിടാൻ പോവാം. ഇതിലൂടെ ഞാൻ കടത്തിവിടുന്ന കറണ്ട് എന്ന് പറയുന്നത് 3 ആംപിയർ ആണ്. ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. 3 ആംപിയർ കറണ്ടിനെ നമ്മളിതാ ഇതിലൂടെ ഇങ്ങനെ കടത്തിവിട്ടു. ഓക്കെ,
ഞാൻ അടുത്ത അതേ റെസിസ്റ്റൻസ് ഉള്ള എല്ലാ തിക്നെസ്സും ലെങ്ത്തും ഒക്കെ ഒരേപോലെയുള്ള സെയിം മെറ്റീരിയൽ, രണ്ടും ഒരേ മെറ്റീരിയലാണ്, രണ്ടും ഒരേ ലോഹങ്ങളാണ് എടുത്തു. ഇതിൽ കൂടെ ഞാൻ എത്ര കറണ്ടിനെ കടത്തി വിട്ടു? 10 ആംപിയർ കറണ്ടിനെ കടത്തി വിട്ടു. ഓക്കെ, ഏത് മെറ്റലായിരിക്കും ചൂട് കൂടുന്നത്? ഫസ്റ്റത്തെ ആണോ രണ്ടാമത്തെ ആണോ? നിങ്ങളൊന്ന് പറഞ്ഞേ നോക്കട്ടെ. രണ്ട് മെറ്റീരിയൽസിൻ്റെയും റെസിസ്റ്റൻസ് സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷെ എന്താണ് അവിടെ വ്യത്യാസമുള്ളത്? അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. ഒരെണ്ണത്തിൽ കൂടെ 3 ആംപിയറെ കടന്നു പോകുന്നുള്ളൂ, മറ്റേതിലൂടെ 10 ആംപിയർ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഏത് വയറാണ് കൂടുതൽ ചൂടാകുക? അതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫസ്റ്റ് എന്നാണ് തോന്നുന്നതെങ്കിൽ ഫസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക, സെക്കൻഡ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ സെക്കൻഡ് എന്ന് കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ ഒന്ന് എത്ര പേർക്ക് അതൊന്ന് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ മതി. എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് ഒന്ന് അറിയാൻ, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ വരുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തെറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും കമൻറ്റ് ചെയ്തോളാം. ഫസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സന്തോഷ് കുമാർ, പേരിക്കറിയില്ല, പേര് ഞാൻ ബുക്ക് എടുത്തിട്ടില്ലല്ലോ, അയ്യോ ബുക്ക് എടുക്കാൻ വിട്ടു പോയിട്ടോ. അപ്പോൾ പേരും കൂടി ഒന്ന് പറയണേ. സെക്കൻഡ് വയറാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ്? നിങ്ങൾ ചിലപ്പോൾ പേര് നേരത്തെ ഇട്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ പേര് നവനിത സെക്കൻഡ് പറഞ്ഞു, മെഹറിൻ അല്ലേ? സെക്കൻഡ് പറഞ്ഞു. അപ്പോൾ കുറേ പേരൊക്കെ അതാ സെക്കൻഡ് എന്നാണ് പറയുന്നത്. കുറച്ച് പേരെന്നൊക്കെ ഒന്ന് പറയുന്നില്ലല്ലോ, എന്താ പറയാത്തേ? 24 പേരുണ്ട് നമുക്ക്, അപ്പോൾ നമുക്ക് എല്ലാവരും പറയണ്ടേ? ഓക്കെ, അരുണിമ. ഓക്കെ, അരുണിമയാണ് അപ്പോൾ പറഞ്ഞത്. പേര് കിട്ടി അരുണിമ പറഞ്ഞു സെക്കൻഡ് ആണെന്ന്. പിന്നെ നവനിത, മെഹറിൻ, ഓക്കെ, ലസിത എന്നാണ്, ഏതാണെന്നൊന്ന് പറയണം കേട്ടോ, പേരൊന്ന് പറയണം കേട്ടോ. ആദിൽ, അനശ്വര, ഓക്കെ, ധനശ്രീ, ഓക്കെ, എല്ലാവരും പറയുന്നത് കറക്റ്റാണ്. നിങ്ങളെല്ലാവരും സെക്കൻഡ് വരുന്നാണ് പറയുന്നത്. കറക്റ്റാണ്. എന്തുകൊണ്ടാണ്? രണ്ടിനും ഒരേ റെസിസ്റ്റൻസ് ആയതുകൊണ്ട്. ഓക്കെ, അനന്യ, ഓക്കെ, കുറേ പേരൊക്കെ ഇതാ ഇപ്പോഴാണല്ലോ വരണേ. ഓക്കെ, അനശ്വര, ഓക്കെ, എല്ലാവരും പറയുന്നത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ്? രണ്ടിനും ഒരേ റെസിസ്റ്റൻസ് ആണല്ലേ. അപ്പോൾ 3 ആംപിയർ കറണ്ടിന് അതിലൂടെ കടന്നു പോകാനുള്ള സ്ഥലവും ഒക്കെ അതിലൂടെ ഉണ്ട്. അപ്പോൾ അധികം ചൂട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ 10 ആംപിയർ എന്നൊക്കെ പറയുമ്പോഴോ കൂടുതൽ കറണ്ടായി. അപ്പോൾ ആ ഒരു സെയിം സ്പേസിലൂടെ കൂടുതൽ കറണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? ചാർജിന്റെ ഫ്ലോ ആണ് കറണ്ട് അല്ലേ? ചാർജുകൾ ഒഴുകുന്നത് വഴിയാണ് നമുക്ക് കറണ്ട് ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജുകൾ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആണല്ലോ, അതിന് പോകാൻ ഒരു സ്ഥലമൊക്കെ വേണ്ടേ? അപ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് കറണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനെല്ലാത്തിനും പോകണം. അപ്പോൾ ഈ ഒപ്പോസിഷൻ കാരണം എല്ലാത്തിനും പോകാനായിട്ട് സമയമെടുക്കും. സോ ആ ചൂട് അവിടെ കൂടും. ഓക്കെ, അപ്പോൾ സെയിം റെസിസ്റ്റൻസ് ഉള്ള രണ്ട് വയറിലൂടെ രണ്ട് ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് കറണ്ടുകളാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഏതാണോ കൂടുതൽ എമൗണ്ട് കറണ്ട് ആ വയറായിരിക്കും കൂടുതൽ ചൂടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? ആർക്കും പ്രശ്നമില്ലല്ലോ? ഇതിന് വീണ്ടും പറയണോ? വേണ്ടല്ലോ, ഇത് ഓക്കെ അല്ലേ? അത് ഞാനിപ്പോൾ വീണ്ടും പറഞ്ഞ് അത്രയ്ക്ക് അങ്ങോട്ട് പറയാനൊന്നുമില്ല, നോക്കിക്കോളൂ. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കറണ്ട് passed through a given wire is greater, then the heat produced in it will also be greater. അത്രേ ഉള്ളൂ. കറണ്ട് പാസ് ചെയ്യുന്ന ആ ഒരു മാഗ്നിറ്റ്യൂഡ്, വാല്യൂ ഓഫ് കറണ്ട്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ് 3ഉം 10ഉം, അതാണ് മാഗ്നിറ്റ്യൂഡ്സ്. അപ്പോൾ 3 എന്ന് പറയുന്നതിനേക്കാൾ വലിയ സംഖ്യ അല്ലേ 10.
അപ്പോൾ 3നേക്കാൾ കൂടുതലായിട്ടുള്ള 10 അതിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ചൂട് കൂടുതൽ ആയിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ. അപ്പം നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് പഠിച്ചു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ? മറക്കരുത്, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ക്രോസ് സെക്ഷണൽ ഏരിയ. നല്ല തിക്കായിട്ടുള്ള വയറിൽ കൂടി ആണെങ്കിൽ കറണ്ട് പോകുമ്പോൾ അധികം ചൂടാകില്ല, കാരണം റെസിസ്റ്റൻസ് കുറവായിരിക്കും. തിന്നാണ് വയറെങ്കിൽ എന്തുണ്ടാവുക? അതിലൂടെ പോകുന്ന കറണ്ട് ഉണ്ടാക്കുന്ന ചൂട് കൂടുതലായിരിക്കും, കാരണം തിന്നായ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. പിന്നെ മാഗ്നിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ടൈമിലേക്ക് പോവാം. ടൈം അതും ഒന്നുമില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതേ സിറ്റുവേഷൻ തന്നെ എടുക്കാട്ടെ നമുക്ക്. സെയിം 2 വയറുകൾ, സെയിം ആയിട്ടുള്ള 2 വയറുകൾ, അതിൽ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് തന്നെ പോകണം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് എമൗണ്ട് ഓഫ് കറണ്ട് പോകണമെന്നല്ലേ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളോ, സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആണ് രണ്ടിൽ കൂടെ പോണത് കേട്ടോ. സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആണ് പോണത്. ഇതിലൂടെയും പോണത് സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആണ്. ഇതിലൂടെ നോക്ക്, 5 ആംപിയർ കറണ്ട് പോണു, ഇതിലൂടെയും 5 ആംപിയർ കറണ്ട് പോണു. ഓക്കെ, രണ്ടിനും 2 വയറും ഒരേ റെസിസ്റ്റൻസ് ഉള്ളതാണ്, ഒരേ തിക്നെസ് ആണ്, ഒരേ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് പോകുന്നത്. അപ്പം എന്താ ചേഞ്ച് ചെയ്യണേ? സമയം. ഇതിലൂടെ ആ കറണ്ടിനെ നമ്മളൊരു 5 മിനിറ്റ് കടത്തി വിട്ടു. രണ്ടാമത്തെ കൂടെ ആ സെയിം കറണ്ടിനെ 10 മിനിറ്റ് കടത്തി വിട്ടു. ഏതായിരിക്കും കൂടുതൽ ചൂടാവുക? ഏതായിരിക്കും കൂടുതൽ ചൂടാവുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? രണ്ടിന്റെയും എന്ത് സെയിം ആണ്? റെസിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള തിക്നെസ്സും എല്ലാതും ഒരേപോലെയുള്ള 2 വയറുകൾ നമ്മൾ എടുത്തു. എന്നിട്ട് അതിലൂടെ സെയിം എമൗണ്ട് ഓഫ് കറണ്ട്, 5 ആംപിയർ എന്ന് പറയുന്ന സെയിം എമൗണ്ട് ഓഫ് കറണ്ടിനെ നമ്മൾ പാസ് ചെയ്യിപ്പിച്ചു. നവനിത പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ആണെന്ന്, പക്ഷെ ഫസ്റ്റത്തേലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്, ഓക്കെ, അനന്യ പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ് ആണ്. അരുണിമ, ഓക്കെ, സുധന്യ, നിഷ എന്ന് പറഞ്ഞ ആളുടെ പേര് കിട്ടിയില്ലല്ലോ എനിക്ക്. ഓക്കെ, അനശ്വര. അപ്പൊ നിങ്ങൾ പറയുന്നത് ഓക്കെയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്നത് രണ്ടാമത്തേൽ കൂടെയാണ് പോകുന്നതിലാണ് കൂടുതൽ ചൂടാവുക എന്നാണ് അല്ലേ നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയണേ? രണ്ടിലും സെയിം എമൗണ്ട് ഓഫ്, ഓക്കെ, അതിൽ കറക്റ്റ് ആണ്. അമൽ, റൈറ്റ്, അമൽ രമ്യ എന്ന് പറയുന്ന ആളുടെ പേരെന്താണ്? കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ടിനും സെയിം റെസിസ്റ്റൻസ് ആണല്ലേ, സെയിം റെസിസ്റ്റൻസ്, സെയിം എമൗണ്ട് ഓഫ് കറണ്ട്. അപ്പൊ പിന്നെന്താ ചേഞ്ച് ആയിട്ടുള്ളത് അവിടെ? സമയം. ഓക്കെ, ശിവശ്രീ, ഓക്കെ, നിഷ, സോറി, ഓക്കെ, ശിവശ്രീ കറക്റ്റ് ആണ്. പ്രചിത 2 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ച ബുക്ക് ഞാൻ എടുക്കാൻ വിട്ടുപോയി, സോറി. ഓക്കെ, അമൽ തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞ ആൻസേഴ്സും കറക്റ്റ് ആണ്, സെക്കൻഡ് ആണ്. അപ്പൊ നമുക്കത് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യമുള്ളൂ അല്ലേ? നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ഇലക്ട്രോണിക് ഉപകരണം കൂടുതൽ നേരം പ്രവർത്തിപ്പിച്ചാൽ അത് കൂടുതൽ ചൂടാകും. എന്തുകൊണ്ടാ? സമയം. ഇപ്പൊ നമ്മൾ ഈ ടി വി ഒക്കെ ഇങ്ങനെ വെച്ച് അത് ചൂടാവുമ്പോ വീട്ടുകാർ പറയൂലേ, കുറച്ചു നേരം ഒന്ന് ഓഫ് ചെയ്യടാ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ആ ടി വി എന്നൊക്കെ പറയില്ലേ? അതുപോലെയാണ് കൂടുതൽ നേരം നമ്മൾ ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ആ അവിടെ ഉണ്ടാകുന്ന ചൂടും എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് മൂന്നാമത്തെ ഘടകം. ലാർജർ ദ ടൈം ഫോർ വിച്ച് ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ്, ലാർജർ വിൽ ബി ദ ഹീറ്റ്. ഓക്കെ, അനിദ്ര. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ ഘടകം. അപ്പൊ മൂന്നാമത്തെ ഘടകം ഇനി ഞാൻ ക്ലിയർ ആണെന്ന് ചോദിക്കുന്നില്ല, എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഫോർത്ത്, എന്താണ് നാലാമത്തെ? ടെമ്പറേച്ചർ, താപം. അപ്പോ നമ്മുടെ മെറ്റൽസിലത്തെ ടെമ്പറേച്ചർ മീൻസ് നമ്മൾ ഇത് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ,
നമ്മൾ മെറ്റൽസ് എന്ന് പറഞ്ഞ ആ ഒരു ലോഹത്തിന് ഒരു ചൂടാക്കിയിട്ടാണ് നമ്മൾ അതിൽ കൂടെ കറണ്ട് കടത്തി വിടണമെന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു സെയിം സാധനം തന്നെ നമ്മൾ എടുത്തോളൂ, സെയിം സംഭവം തന്നെ എടുത്തോളൂ, ഇവിടേക്ക് വന്നോളൂ. 5 ആംപിയർ കറണ്ടാണ് കടത്തി വിടുന്നത്. രണ്ട് ഇതിനും സെയിം എന്താണ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ ഇവിടെ എന്ത് വ്യത്യാസമുണ്ട് ഇവിടെ? ഇതിന് ഒന്നാമത്തേന് സോറി, ഒന്നാമത്തതിന് ഇവിടെ ഒരു ഒന്നാമത്തെ വയർ ഇരിക്കുന്നത് ഒരു 20 ഡിഗ്രിയിലാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ വയർ ഇരിക്കുന്നത് 10 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇനി അതിൻ്റെ ഒരു വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഫസ്റ്റത്തെ വയറും രണ്ട് വയറിനും എന്താണ് തിക്നെസ് ഒക്കെ സെയിം ആണ്. ഒരേ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് അതിലൂടെ രണ്ടിലൂടെയും പാസ് ചെയ്യുന്നത്. സെയിം ടൈമിൽ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതൊക്കെ ഓക്കെ ആണ്. ബട്ട് അവിടെ എന്ത് വ്യത്യാസമുണ്ട്? അതിൻ്റെ രണ്ടിൻ്റെയും ചൂട്, അതായത് ആ മെറ്റൽസിലുള്ള ഓൾറെഡി ഉള്ള ചൂട്, ടെമ്പറേച്ചർ, ചൂട് എന്ന് പറയാൻ പറ്റില്ല, താപം, അത് കൂടുതലാണ്. ഹീറ്റ് അല്ല പറയുന്നത്, താപം. അതായത് ആ രണ്ട് ഇതിനെയും വെച്ചിട്ടുള്ള രണ്ട് സ്ഥലങ്ങളിലാണ്. അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലത്തെയും താപത്തിന് വ്യത്യാസമുണ്ട്. ഓക്കെ, അവർ ഒരു സ്ഥലത്ത് 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ, മറ്റൊരു സ്ഥലത്ത് 10 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിലേതിൽ കൂടിയായിരിക്കും കൂടുതൽ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓൾറെഡി ചൂട് കൂടുതലുള്ളതിനായിരിക്കുമോ കൂടുതൽ ചൂട് വരുന്നത്, അല്ലെങ്കിൽ മറ്റേ ചൂട് കുറവായിരിക്കുന്നതായിരിക്കുമോ കൂടുതൽ ചൂടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് ആയിരിക്കുമോ സെക്കൻഡ് ആയിരിക്കുമോ? ഏതായിരിക്കും? അപ്പം അതാ പറഞ്ഞൊക്കെ വരുന്നുണ്ട്. നവനീത പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആർക്കാ എന്താ സംശയം? ഓക്കെ, അപ്പം അതാ അമല് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. അതെ, ഫസ്റ്റ് ആണ് കേട്ടോ ശിവശ്രീ, ഫസ്റ്റത്തെയാണ് ആൻസർ. എന്താണ്? അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എല്ലാ കണ്ടീഷൻസും സെയിം ആണ്. 10 ഡിഗ്രിക്ക് ആവില്ല, 20 ഡിഗ്രി ഉള്ളതിനായിരിക്കും വീണ്ടും ചൂട് കൂടാൻ പോകുന്നത്. കാരണം എന്താണ് ഇവിടുത്തെ കാരണം? ഒരു റെസിസ്റ്റൻസ്, സെയിം സാധനം, ഒരേ മെറ്റീരിയലിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു മെറ്റൽ ഒരു 20 ഡിഗ്രിയിലും 10 ഡിഗ്രിയിലും നമ്മൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ 20 ഡിഗ്രിയിൽ ഇരിക്കുന്നതിന് റെസിസ്റ്റൻസ് കൂടും. ടെമ്പറേച്ചർ, അതിൻ്റെ ചുറ്റുമുള്ള താപനില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസും കൂടും. താപനില കൂടിയാൽ ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസും കൂടും. ഓക്കെ, അപ്പോൾ താപനില കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിയപ്പോൾ നമുക്കറിയാം അല്ലേ, ഓട്ടോമാറ്റിക്കലി ചൂടും കൂടും. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്ന ആൻസേഴ്സ് കറക്റ്റാണ്. ഫസ്റ്റത്തെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 4 കണ്ടീഷൻസ്. ക്രോസ് സെക്ഷണൽ ഏരിയ, പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട്, എത്ര സമയം പോകുന്നുള്ളത്, അവിടെ ഓൾറെഡി ആ വയറുകളുടെ താപനില, അവ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലത്തെ താപനില എത്രയാണ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഒരു റെസിസ്റ്റൻസ്, ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് നിർണ്ണയിക്കപ്പെടുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, ആക്ച്വലി ലെങ്ത്തും കൂടി ഉണ്ട്. ലെങ്ത്ത്, അതായത് ഈ റെസിസ്റ്റൻസ് സെയിം മെറ്റീരിയലിൻ്റെ രണ്ട് ലെങ്ത് ഉള്ള വയറെടുത്തു എന്ന് വിചാരിക്കും നമ്മൾ. സെയിം മെറ്റീരിയൽ ആണേ, സെയിം മെറ്റീരിയൽ, അതിലൂടെ രണ്ടിലൂടെയും സെയിം എമൗണ്ട് ഓഫ് കറണ്ട് തന്നെ വീണ്ടും പോകുന്നു സെയിം ടൈമിലേക്ക്. അപ്പോൾ ഏതായിരിക്കും ചൂടാവുക? കൂടുതൽ ലെങ്ത് ഉള്ളതാണോ കുറവ് ലെങ്ത് ഉള്ളതാണോ? നിങ്ങൾക്കൊന്ന് ആലോചിച്ചിട്ട് എന്താ തോന്നുന്നതെന്നൊന്ന് പറഞ്ഞേ. അതായത് രണ്ടും ഒരേ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ കോപ്പർ ആണെന്ന് വിചാരിച്ചോ, ചെമ്പ്. രണ്ടും ചെമ്പിൻ്റെ 2 കഷ്ണം കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
പക്ഷെ ഒരെണ്ണത്തിന് മറ്റൊന്നിനേക്കാൾ എന്ത് കൂടുതലാണ്? നീളം കൂടുതലാണ്. പക്ഷെ രണ്ടും ഒരേ മെറ്റീരിയൽ ഒക്കെ തന്നെയാണ്. തിക്നെസ് ഒന്നാണ് കേട്ടോ. ഈ ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. പാസ് ചെയ്യുന്ന ടൈം സെയിം ആണ്. ടെമ്പറേച്ചർ സെയിം ആണ്. എന്ത് മാത്രം വ്യത്യാസമുള്ളൂ? ലെങ്ത് മാത്രം വ്യത്യാസമുള്ളൂ. ഓക്കെ, ലെങ്ത് വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ മെറ്റീരിയൽ ആണ്, ഒരേ തിക്നെസ് ആണ്, ഒക്കെ സെയിം ആണ്. പക്ഷെ എന്ത് വ്യത്യാസമുണ്ട്? ലെങ്ത് വ്യത്യാസമുണ്ട്. അപ്പൊ അമല് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ആൻസർ ആണോ 2 എന്നുള്ളത്? ആണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ലെങ്ത് കുറഞ്ഞതിൽ കൂടെ കടക്കുമ്പോഴാണോ ലെങ്ത് കൂടുതലുള്ള കൂടെ കടക്കുമ്പോഴാണോ ഏത് വയറാണ് കൂടുതൽ ചൂടാവുക? അതാണ് ചോദ്യം. ഏത് വയറായിരിക്കും കൂടുതൽ ചൂടാവുക? ചെറുതാണോ വലുതാണോ? ഫസ്റ്റ് ആണോ സെക്കൻഡത്തെ ആണോ? ബാക്കി എല്ലാവരും സെയിം ആണ് കേട്ടോ. ബാക്കി ക്രോസ് സെക്ഷൻ ഏരിയയും മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ടും ടൈമും ടെമ്പറേച്ചറും ഒക്കെ സെയിം ആണ്, ഒരേ മെറ്റീരിയലും ആണ്. പക്ഷെ എന്ത് വ്യത്യാസമുണ്ട്? ഇത് വ്യത്യാസമുണ്ട്, ലെങ്ത് വ്യത്യാസമുണ്ട്. 2. അമല് പറയണ 2ആണ്. ശിവശ്രീ പറഞ്ഞു രണ്ടാമത്തെ ആണെന്ന്. ലെങ്ത് കൂടുമ്പോൾ ചൂട് കൂടുമെന്നാണ് പറയുന്നത്. അമല് പറയുന്നുണ്ട്. അനുദ്ര പറഞ്ഞു. മെഹറിൻ, അനന്യ, പിന്നെ ആരായിരുന്നു? ഇനി പേരിങ്ങനെ എപ്പോഴും മറന്നു പോവാ. അയ്യോ, പേരിട്ടത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ? ഡിലീറ്റ് ചെയ്യരുത്. ഞാൻ ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും പേര് നോക്കുമ്പോൾ നിങ്ങളുടെ പേര് കാണുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും പേര് പറഞ്ഞിട്ടിട്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതെല്ലാവരും പറഞ്ഞ ആൻസേഴ്സ് കറക്റ്റ് ആണ്. സെക്കൻഡ് ആണ്. അപ്പൊ സെക്കൻഡ് ആണ് കേട്ടോ ആൻസർ. എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 ആംപിയർ ഈ ഫസ്റ്റിലൂടെ കടക്കാൻ ആവശ്യമായിട്ടുള്ള സമയമാണോ രണ്ടാമത്തിൽ കൂടെ കടക്കുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത്? അല്ല, കൂടുതൽ ദൂരം പോകണം അല്ലേ? കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യണം. റെസിസ്റ്റൻസ്, ഓക്കെ അനശ്വര സോറി, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്ത് കൂടും? ചൂട് കൂടും. ഓക്കെ, അപ്പൊ ലെങ്ത് കൂടിയാലും റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഹീറ്റ് കൂടും. ഓക്കെ, ക്ലിയർ ആണോ അത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ചൂട് കൂടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു തന്നിട്ടുള്ള വയറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ ഓരോ മെറ്റീരിയൽസിന്റെയും ഇൻബിൽട്ട് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്, എല്ലാത്തിനും ഒരുപോലെ അല്ല. ഇപ്പോൾ 10 സെന്റിമീറ്ററിന്റെ ഒരേ ഏരിയ ഉള്ള ഒരു കോപ്പർ എടുത്താലും അലുമിനിയം എടുത്താലും ഇതിന്റെ രണ്ടിന്റെയും റെസിസ്റ്റൻസ് തുല്യമല്ല. ബാക്കി എല്ലാ കണ്ടീഷൻസും നിങ്ങൾ നോക്കിക്കോ, ഈ 5 കണ്ടീഷൻസും ഈക്വൽ ആണ്. ഓക്കെ, ഒരെണ്ണം അലുമിനിയവും ഒരെണ്ണം കോപ്പറും. ഞാൻ കോപ്പറിന്റെ ഒരു വയർ എടുത്തു, അതിന് 2 മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വിചാരിക്കുക. കറണ്ട് അതിൽ കൂടെ ഞാൻ കടത്തി വിടാൻ പോകുന്നത് 3 ആംപിയർ ആണ്. എത്ര നേരം കടത്തി വിടുന്നുണ്ട്? 5 മിനിറ്റ് കടത്തി വിടുന്നുണ്ട്. ടെമ്പറേച്ചർ ഇരിക്കുന്നത് 10 ഡിഗ്രിയിലാണ്. ലെങ്ത് ഒരു 10 സെന്റിമീറ്റർ ആണ് വിചാരിക്കുക. ഇതേ കണ്ടീഷൻസ് ഉള്ള അലുമിനിയത്തിന്റെ ഒരു വയർ എടുത്തു ഞാൻ. ഓക്കെ, എന്താ കണ്ടീഷൻസ്? ക്രോസ് സെക്ഷൻ ഏരിയ 2 തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് ഞാൻ കടത്തിവിടാൻ പോണത് 3 ആംപിയർ ആണ്. 5 മിനിറ്റ് തന്നെ കടത്തിവിടുന്നുള്ളൂ. ടെമ്പറേച്ചർ 10 ആണ്. ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്. ഇത് ഇതെടുത്തിട്ട് രണ്ടിൽ കൂടെയും ഞാൻ കറണ്ട് കടത്തി വിട്ടാൽ ഇത് രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താ? ഇത് രണ്ടും 2 ഡിഫറെന്റ് മെറ്റീരിയൽസ് അല്ലേ? ഓക്കെ, അപ്പൊ ഓരോ മെറ്റീരിയൽസിനും അതിന്റെ ഇൻബിൽട്ട് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, ആ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോണില്ല.
അതിലേക്ക് നമ്മളിപ്പോൾ പോണില്ല കേട്ടോ. ഞാൻ കുറച്ച് വോയിസ് കൂടുതൽ എടുക്കുമ്പോൾ അപ്പം ചുമ വരും. അപ്പം അതിലേക്ക് അധികം പോണില്ല. അപ്പം നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കണം. ഈ 5 സംഭവങ്ങൾ ഒരേപോലെ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെ റെസിസ്റ്റൻസ് തുല്യമാണെന്നില്ല. സെയിം മെറ്റീരിയൽ ആണോ, ഈ 5 സാധനങ്ങളും സെയിം ആണെങ്കിൽ രണ്ടിൻ്റെയും റെസിസ്റ്റൻസും തുല്യമായിരിക്കും. പക്ഷേ വ്യത്യസ്തമായ മെറ്റീരിയൽസ് ആണെങ്കിൽ എന്തായാലും അതിൻ്റെ റെസിസ്റ്റൻസും വ്യത്യസ്തമായിരിക്കും. ക്ലിയർ ആണോ ഈ പറഞ്ഞതൊക്കെ? അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാൻ ഓക്കെ ആയോ എല്ലാവരും? ഈ ഫാക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ ഒന്ന് ഹാർട്ട്സ് ഇട്ടാൽ നമുക്ക് വേഗം അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. 15 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം അടുത്തൊരു ടോപ്പിക്കും കൂടി നോക്കാം. വേഗം വരുന്നുണ്ട്, ഹാർട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. വേഗം വരട്ടെ. ഓക്കെ, ഹാർട്സ് ഒക്കെ വരട്ടെ. അപ്പം നമ്മൾ 5 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. അതുകൂടാണ്ട് മെറ്റീരിയൽസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഹാർട്സ് ഒക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷേ 30 പേരെ കാണാനുണ്ട് എനിക്കിവിടെ. 30 പേരുടെ ഒരു 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 ഇതൊന്നും എനിക്കിവിടെ കാണുന്നില്ലല്ലോ. അതെന്ത് പറ്റിയേ? 30 പേര് ഉണ്ടെങ്കിൽ ആ 30 പേരുടെ ഒരു ഹാർട്സ് ഒക്കെ കാണുന്നുണ്ട് എനിക്ക്. അതൊക്കെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ആൾക്കാർ എപ്പോഴും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കരുത്. നമ്മൾ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താലാണ് നിങ്ങൾക്കും അതിലൂടെ ഒരു താല്പര്യം തോന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യാണ്ട് മിണ്ടാണ്ട് അവിടെ അവരിട്ടോളും എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. എപ്പോഴായാലും നമുക്ക് അതിപ്പോൾ നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴേ എല്ലാത്തിലും അവർ ചെയ്തോളും എന്നങ്ങനെ വിചാരിച്ചിരിക്കാൻ പാടില്ല. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പം എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ചാറ്റ് ബോക്സിൽ മെസ്സേജസും നിങ്ങളുടെ ഡൗട്ട്സും ഇതുപോലെ റിയാക്ഷൻസും ഒക്കെ ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ക്ലിയർ ആയി. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇത് നമ്മൾ മലയാളത്തിലും ഉണ്ട്. അപ്പോൾ ആരും പേടിക്കണ്ട, ഞാനപ്പോൾ ക്ലാസ് ഇടുമ്പോൾ മലയാളത്തിലും കൂടി ഉള്ളത് ഇട്ടോളാം. അപ്പോൾ അതാരും പേടിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഇത്രയും പറഞ്ഞത് എന്തിൻ്റെ കാര്യങ്ങളാണ്, എന്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് കൺഫ്യൂഷൻ ആവരുത് ആർക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റിനെ എന്തൊക്കെ കാര്യങ്ങളാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. ഹീറ്റിംഗ് എഫക്റ്റിനെ എന്തൊക്കെ കാര്യങ്ങളാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതായത് എത്രത്തോളം ചൂട് ഉണ്ടാകുമെന്നുള്ളതിനെ എന്തൊക്കെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ അതിനെ വേറൊരു ഫാക്ടറായിട്ടോ അല്ലെങ്കിൽ അത് വേറൊരു സംഭവമായിട്ടൊന്നും കാണണ്ട. നമ്മളിപ്പോൾ പഠിച്ച കാര്യമൊക്കെ തന്നെയാണ് അതിലുള്ളൂ. അതായത് കൂടുതൽ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കൂടുമെന്ന് പഠിച്ചു അല്ലേ. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. അപ്പം ഞാനിതിനെ പുതിയൊരു സാധനമായിട്ട് പഠിപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ കിടക്കുന്നത്. ഇപ്പം പഠിച്ചതിനെ തന്നെ ഇപ്പം നമ്മൾ പഠിച്ചത് റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. അത് തന്നെ എന്തിനെ എഫക്റ്റ് ചെയ്യും? ഹീറ്റിംഗ് എഫക്റ്റിനെയും എഫക്റ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് ആണല്ലോ ഹീറ്റിംഗ് എഫക്റ്റിനെ നിർണ്ണയിക്കുന്ന ഒരു സംഭവം. റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും ഹീറ്റിംഗ് എഫക്റ്റിന് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെയും എന്തൊട്ട് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, കൂടുതൽ എമൗണ്ട് ഓഫ് കറണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് കൂടുകയാണെങ്കിൽ കൂടുതൽ ചൂട് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു എച്ച് പ്രപ്പോർഷണൽ, ഒരു ഐ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം കാണുന്നുണ്ട്. ഇടാലോ, നോട്ട്സ് ഇടുമ്പോൾ മലയാളം ഇടാം കേട്ടോ. മലയാളം ഇതിലുണ്ട്. ഞാൻ പിന്നെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ മലയാളം എടുത്ത് വായിക്കാത്തത്. ഞാൻ നോർമലി അങ്ങനെ വായിക്കാറുണ്ട്. കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ അധികം അങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെടണ്ട. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണോ റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്, പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വയറിലൂടെ ഉണ്ടാകുന്ന ഹീറ്റിനെയും താപത്തിനെയും
സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കി നോക്കൂ, കൂടുതൽ കറണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് കൂടുതലാണെങ്കിൽ ചൂടും കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ചൂട് കൂടുതലായിരിക്കും. ദെൻ കൂടുതൽ സമയം, ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ്, ടൈം കൂടുതലാണെങ്കിലും എന്തായിരിക്കും, ചൂട് കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നോക്കിയോട്ടെ, അപ്പൊ അത്രയും കാര്യങ്ങളുള്ളൂ അവിടെ. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമ്മുടെ എല്ലാ ഫാക്ടേഴ്സും പഠിച്ചു കഴിഞ്ഞു നമ്മൾ, അല്ലേ? എല്ലാ ഫാക്ടേഴ്സും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്, അത് വഴി എന്തൊക്കെയാണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, കുറച്ച് പേരൊക്കെ ഇപ്പോഴാണല്ലോ വരണേ, ക്ലാസ് കഴിയാറായപ്പോ. അപ്പൊ ഇത് ഇനി ഞാൻ വീണ്ടും പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുള്ളൂ. അടുത്ത സംഭവം എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നൊരു പേര് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കേട്ടിട്ടുണ്ടോ? ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ്. കേട്ടിട്ടുണ്ടോ? എന്താണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയുന്ന സംഭവം? കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നവനീതിയൊക്കെ കേട്ടിട്ടുണ്ട്, കുറച്ച് പേര് കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. സോറി. ഓക്കെ, കേട്ടിട്ടില്ല. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഖരവസ്തു ദ്രാവകമായി മാറുന്ന താപനിലയാണ് മെൽറ്റിംഗ് പോയിന്റ്. അതായത് ഒരു സോളിഡ് മെറ്റീരിയല് ലിക്വിഡായി മാറുന്ന താപനിലയാണ് മെൽറ്റിംഗ് പോയിന്റ്. എന്താണ്? ഒരു ഖരമായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു ലിക്വിഡായിട്ട് മാറുന്ന താപനില, അതാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഇപ്പൊ കേട്ടിട്ടുണ്ടോ? മെൽറ്റിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ at which a solid material transition to a liquid state at a given pressure, typically atmospheric. At a given pressure എന്ന് പറയുന്ന അന്തരീക്ഷ മർദ്ദത്തിൽ, മർദ്ദം മാറുന്നതിനനുസരിച്ചിട്ട് ഈ മെൽറ്റിംഗ് പോയിന്റിൽ വ്യത്യാസം വരും. മർദ്ദവും ടെമ്പറേച്ചറൊക്കെ ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ മർദ്ദം മാറുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ മർദ്ദത്തിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട. അന്തരീക്ഷ മർദ്ദത്തിൽ, നമ്മുടെ ഇപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒരു സോളിഡ് മെറ്റീരിയൽ, ഖരവസ്തു, ഏതൊരു താപനിലയിലാണോ എന്തായി മാറുന്നത്, ദ്രാവകമായി മാറുന്നത്, എന്താണ്, ഐസ് വെള്ളമായി മാറുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ, അല്ലേ? ആ 0 ഡിഗ്രി എന്ന് പറയുന്നതാണ് ഐസിന്റെ ദ്രവണാങ്കം. ഓക്കെ, ഐസ് എന്ന് പറയുന്നത് ഖരവസ്തു, അത് കുറെ നേരം ഇങ്ങനെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മെൽറ്റ് ആവില്ലേ? അപ്പോൾ അത് ഐസ് കുറച്ച് നേരം നമ്മളെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്താകും? വെള്ളമായി പോവില്ലേ? അപ്പോൾ ആ പറഞ്ഞ സംഭവമാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയുന്നത്. മനസ്സിലായോ? 0 ഡിഗ്രിയാണ് ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ്. 0 ഡിഗ്രി ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഐസ് വെള്ളമായി പോകും. മനസ്സിലായോ? അപ്പൊ അതാണ് ദ്രവണാങ്കം. ഏതൊരു ടെമ്പറേച്ചറിലാണ് ഒരു ഖരവസ്തു ദ്രാവകമായി മാറുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ അതിനെ എന്തിലാണ് അളക്കുന്നത്?
എന്തിലാണ് അളക്കുന്നത്? അന്തരീക്ഷ മർദ്ദത്തിൽ വെച്ചിട്ടാണ് അളക്കുക. ഓക്കെ, അപ്പൊ ഈ മെൽറ്റിംഗ് പോയിന്റ് ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം എന്താ അല്ലേ? നമ്മളിപ്പോ ഇലക്ട്രിക് കറണ്ടിനെയും എന്തിട്ടാണ് മറ്റേ റെസിസ്റ്റൻസിന്റെ ഒക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഐസ് വെള്ളാവണ കാര്യം ഇപ്പൊ എന്തിനാ ടീച്ചർ പറയുന്നത്? ഐസ് വെള്ളാവലല്ല ഇപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ. പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് മെൽറ്റിംഗ് പോയിന്റ് എന്തിനാണ് നമുക്ക് ആവശ്യം? നമുക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും കറണ്ട് ഒരു വയറിലൂടെ കടന്നു പോകുന്നു, ചൂടാകുന്നു. ഈ കഥയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ? ചൂടാവുക എന്ന് പറഞ്ഞാൽ ചൂടായി 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 ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അത് ഉരുകി തുടങ്ങും അല്ലേ? ഏതൊരു വസ്തു അങ്ങനെയല്ലേ? ചൂട് കൂടി 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 വരുമ്പോൾ ഉരുകിപ്പോവില്ലേ? ഉരുകുക എന്ന് പറഞ്ഞാൽ എന്താ? മെൽറ്റ് ആവുക. ഉരുകിയത് മെൽറ്റായി പോവും. അപ്പൊ എല്ലാ വസ്തുക്കൾക്കും, എല്ലാ മെറ്റൽസിനും അതിന്റെ ദ്രവണാങ്കമുണ്ട്. അതിന്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, താപനില കഴിഞ്ഞാൽ അതിന്റെ ആ ഖര സ്വഭാവത്തിൽ നിന്ന് അത് ദ്രാവകമായിട്ട് മാറും. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിനും താങ്ങാൻ പറ്റുന്ന ഒരു ചൂടുണ്ട്. എല്ലാത്തിനും അത് ഒരുപോലെ അല്ല. ചില മെറ്റീരിയൽസിന് കൂടുതൽ ചൂട് താങ്ങാൻ പറ്റും, ചിലത് കുറച്ച് ചൂടാകുമ്പോഴേക്കും മെൽറ്റ് ആയി പോകും. അപ്പൊ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക് ബൾബും അയൺ ബോക്സും ഇലക്ട്രിക് ഫ്യൂസും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ദ്രവണാങ്കം എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? നമ്മൾ ചൂടിനെ പറ്റിയാണ് പറയുന്നത്. ചൂട് കൂടി 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 വരുമ്പോൾ ഏതൊരു സാധനവും മെൽറ്റ് ആകും. ഓക്കെ, അപ്പോൾ എല്ലാതും മെൽറ്റ് ആകുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിന് മുകളിലേക്ക് വന്നാൽ ഈ പറയുന്ന എല്ലാ വയേഴ്സും, അപ്പൊ അതിലൂടെ കടന്നു പോകുന്ന കുറേ കറണ്ട് കടന്നുപോയി, കുറെ കഴിഞ്ഞപ്പോൾ അത് എന്തായി? ഉരുകിപ്പോയി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ നമുക്കത് ഉപയോഗവുമുണ്ട്. അങ്ങനെ ആ ഒഴുകി പോകുക എന്ന് പറയുന്നത്. ഓക്കെ, അത് ഉരുകാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്, ചില കാര്യങ്ങളിൽ ഉരുകാണ്ട് നിൽക്കുന്നതും ആവശ്യമാണ്, പക്ഷെ ചില കേസസിൽ ഉരുകുന്നതും ആവശ്യമാണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്കപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തായാലും സമയമായല്ലോ, 7:42 അപ്പോൾ ഇപ്പൊ നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ഖരവസ്തു ദ്രാവകമാവുന്ന സോളിഡ് മെറ്റീരിയൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാ മെറ്റീരിയൽസിനും ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. എല്ലാ മെറ്റീരിയൽസിനും ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതിന് മുകളിലേക്കുള്ള ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അതെല്ലാതും ഉരുകിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് അടുത്ത ക്ലാസ്സിന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? എന്നെടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ക്ലിയർ ആയെങ്കിൽ എന്താ ചെയ്യാം? വേഗം ഹാർട്സ് ഒക്കെ ഇട്ടോളൂ. അപ്പൊ നമുക്ക് വേഗം പോവാലോ. ഓക്കെ, ഇവിടെ ഹാർട്സ് ഒന്നും വരണ കാണാനില്ലല്ലോ. ഹാർട്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നിർത്തിയിട്ട് നമുക്ക് പോവാം. എല്ലാവർക്കും യെസ് ഉള്ളൂ. അപ്പൊ അത്ര ക്ലിയർ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് കുറച്ചധികം ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കുറവായിരുന്നു എനിക്കറിയാം, പിന്നെ കുറച്ചൊരു എനർജിയും കുറവുണ്ട്, അതും എനിക്കറിയാം. ബട്ട് നിങ്ങൾക്കത് കുഴപ്പമുണ്ടായില്ല, മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ, എല്ലാവരുടെയും അതൊക്കെ വരുന്നുണ്ട്, ഹാർട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വോയിസ് ഒക്കെ കുറവായിരുന്നിട്ടോ, ഒന്നും കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരുന്നതിന് എന്തായാലും താങ്ക്സ് എല്ലാവർക്കും. എന്താ ഇപ്പൊ വരണുണ്ടല്ലോ കുറച്ച് പേര്, ക്ലാസ് കഴിഞ്ഞപ്പോഴാണോ വരണേ? സ്മൃതി, ക്ലാസ് കഴിഞ്ഞിട്ടാ, നമുക്ക് 6:45 ക്ലാസ് ഒന്ന്. ആ, ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ക്ലാസ് മിസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ.
ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ. എല്ലാവരും മഴയൊന്നും കൊള്ളാണ്ട് പനിയൊന്നും പിടിക്കാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ബൈ.